اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ العفو وأمر بالعرف وأعرض عن الجاهلين. അള്ളാഹുവിൻ്റെ നിർബന്ധമായ ശാസനകൾ നിർബന്ധപൂർവ്വം ജീവിതത്തിൽ പാലിക്കുകയും ഐച്ഛികമായ കാര്യങ്ങൾ സാധ്യമായത്ര നിർവഹിക്കുകയും ചെയ്യും. തീർത്തും നിഷിദ്ധമായി പ്രഖ്യാപിച്ച സർവത്ര കാര്യങ്ങളും പരമാവധി നാം ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു തഖ്വയുള്ള ജീവിതം നമുക്കെല്ലാം രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആരംഭിച്ചതാണ് നമ്മുടെ ദീൻ. ഇന്ന് ദീനില്ലാത്ത, ഇസ്ലാം എത്താത്ത രാജ്യമുണ്ടോ എന്ന് നാം സംശയിക്കുകയാണ്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മ ഈ സമീപകാലത്ത് നമ്മളൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്നവരാണ്. അതിൻ്റെ പുറമെയും ധാരാളം മുസ്ലിങ്ങളുള്ള, ഒരുപക്ഷെ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഇതര രാജ്യങ്ങളുമുണ്ട്. എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം എത്തിച്ചേർന്നത്? എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചത്? അറബി ഭാഷ അറിയുന്ന രാജ്യത്ത് മാത്രമല്ല ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. അനറബി പ്രദേശങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ ഇസ്ലാം കടന്നു ചെല്ലുകയും അവിടെയൊക്കെ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയധികം രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ പകുതിയോളം പ്രദേശങ്ങളിൽ ഇസ്ലാമിക സംസ്കാരം വ്യാപിക്കുകയും പ്രചരിക്കുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തു? ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രബോധകന്മാരും മതനിഷ്ഠയോടെ ജീവിതം നോക്കി കണ്ടിരുന്ന വ്യാപാരികളുമാണ് അതിൻ്റെ പിന്നിലെന്ന് നമുക്ക് കാണാം. ഇസ്ലാം കടന്നു ചെന്ന എല്ലാ പ്രദേശങ്ങളിലും ഇസ്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന വളരെ ലളിതവും ആർക്കും ഗ്രഹിക്കാൻ സാധിക്കുന്നതുമായ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുണ്ട്. അതിൽ പ്രഥമ സ്ഥാനത്താണ് തൗഹീദ് ഉള്ളത്, പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസം. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സാഹോദര്യവും സാമൂഹികമായ ബന്ധങ്ങളും. അതിനേക്കാളെല്ലാം ഉപരി ആളുകൾ നോക്കിക്കണ്ടിരുന്നത് ഈ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി കടന്നു വന്ന ആളുകളെയാണ്. അവരിൽ നിന്ന് മധുരമുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ ആളുകൾക്ക് സാധിച്ചപ്പോൾ ആ മധുരിക്കുന്ന ഫലങ്ങൾ നൽകുന്ന വൃക്ഷത്വം ഏതാണ്, അത് എവിടെ, ഏത് രാജ്യത്താണ് ലഭിക്കുക, ഏത് നാട്ടിലാണ് ലഭിക്കുക എന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ ഫലമാണ് ഇസ്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്, അത് സ്വീകരിക്കപ്പെട്ടത്. കാരണം മുസ്ലിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ആദർശം മാത്രമല്ല, അവർ ചെല്ലുന്നിടത്തെല്ലാം അവർ പ്രദർശിപ്പിച്ചിട്ടുള്ള അത്യുന്നതമായ ഒരു സംസ്കാരമുണ്ട്, സ്വഭാവമുണ്ട്. ആ സ്വഭാവമാണ്, ആ സംസ്കാരമാണ് ഇസ്ലാമിലേക്ക് ജനഹൃദയങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്. സംവാദങ്ങളും വഴുതു പരിപാടികളും നിരന്തരമായി അക്കാലഘട്ടത്തിൽ സംഘടിപ്പിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കില്ല. ആയുധ ശക്തി കൊണ്ട് ആളുകളുടെ മനസ്സുകളെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുമല്ല മുസ്ലിങ്ങൾ. മറിച്ച് അത് തീർത്തും ഇസ്ലാം വിരോധിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എന്നിട്ടും മുസ്ലിങ്ങൾ കടന്നു ചെന്ന പ്രദേശങ്ങളിൽ ഇസ്ലാം മതം പ്രചരിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്നൊരു മറുപടിയുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പൂർവീകരിൽ ഏതെങ്കിലും
ഒരാൾ ഏതോ മതക്കാരനായിരിക്കുമല്ലോ അയാൾ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ പൂർവികരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഇസ്ലാം വിഭാവനം ചെയ്ത സാമൂഹികമായ ബന്ധങ്ങളാണ്. ഇസ്ലാം സമൂഹത്തിന് നൽകിയ സാഹോദര്യമായ സന്ദേശമാണ്. മനുഷ്യരെ മനുഷ്യരായി നോക്കിക്കാണുന്ന, ആർക്കും ആരെക്കാളും മഹത്വമോ ജാതിയുടേതോ വർണ്ണത്തിന്റെയോ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളുടെയോ പേരിൽ സ്ഥാനപദവികളും ഉയർച്ചകളും താഴ്ചകളും ഇല്ലാത്ത, ഉച്ചനീചത്വങ്ങളില്ലാത്ത ഒരു സംസ്കാരം അതായിരുന്നു ഇസ്ലാം വിഭാവനം ചെയ്തിരുന്നത്. ആ സംസ്കാരം സമൂഹത്തിന് സമർപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു ജീവിതമായിരുന്നു, സ്വഭാവമായിരുന്നു ഇവിടേക്ക് കടന്നു വന്ന കച്ചവടക്കാരിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ തീരങ്ങളിലും ഗുജറാത്തിന്റെ തീരങ്ങളിലും നമ്മുടെ മാലിദ്വീപിലും ലക്ഷദ്വീപുകളിലും അതിൻ്റെ അപ്പുറം ഇന്തോനേഷ്യയിലുമെല്ലാം ഇസ്ലാം കടന്നു വന്നത് വ്യാപാരികളിലൂടെയാണ്. ആ വ്യാപാരികൾ സാമ്പത്തിക ഇടപാടുകളിലും ആളുകളോടുള്ള പെരുമാറ്റങ്ങളിലും അത്യുന്നതമായ രൂപത്തിലുള്ള ഒരു സംസ്കാരം ഉയർത്തിപ്പിടിച്ചപ്പോൾ അവരെ കണ്ട്, അവരെ പറ്റി പഠിച്ച്, അവരിൽ നിന്ന് കേട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. സൂചിപ്പിക്കുന്നത് ലോകത്ത് ഇസ്ലാം വ്യാപിച്ചിട്ടുള്ളത്, ഇന്ന് അനേകം രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യമായത് അവിടെ മുമ്പൊരു മതമുണ്ടായിരുന്നു, ഒരു സംസ്കാരമുണ്ടായിരുന്നു, ഭാഷയുണ്ടായിരുന്നു. ആ സമൂഹം എന്തുകൊണ്ട് തങ്ങളുടെ പൂർവ്വ പാരമ്പര്യ മതങ്ങളും സംസ്കാരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു? ഇന്നും അത്തരം രാജ്യങ്ങളിൽ ഇസ്ലാം തുറന്നുകൊണ്ടിരിക്കുകയാണ്. 100 കൂട്ടം ഭാഷകളുള്ള ഗോത്രഭാഷകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആഫ്രിക്കയുടെ ഭാഗങ്ങളിൽ, സൊമാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം അവിടെ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. എന്താണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത്? ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ള സ്വഭാവമാണ്, സംസ്കാരമാണ്. പരിശുദ്ധ ഖുർആൻ മക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ അടയാളപ്പെടുത്തുന്ന സന്ദേശമായി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തൗഹീദിന്റെ പുറമെ, ആഖിറത്തിന്റെയും റിസാലത്തിന്റെയും പുറമെ സംസ്കാരവും കൂടിയാണ്, സ്വഭാവ വിശുദ്ധി കൂടിയാണ്. ഖുർആനിലെ മക്കി സൂറകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദത്താലു അലന്നാസി യസ്തൗഫൂൻ. കച്ചവടക്കാരോട് ഖുർആൻ പറഞ്ഞു. മക്കയിൽ മുസ്ലിങ്ങൾ വളരെ കുറച്ചേ നമുക്കറിയാം. ആ ഘട്ടത്തിലും അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം വ്യാപാരികളോട് പറയുന്നത്, നിങ്ങൾ വ്യാപാരം ചെയ്യേണ്ടതുണ്ട്. ആ വ്യാപാരത്തിൽ വഞ്ചനയുണ്ടാവരുത്, ചതി ഉണ്ടാവരുത്. അക്കാലത്തുണ്ടായിരുന്ന വളരെ ഗൗരവപരമായ ഒരു ചതി ഖുർആൻ എടുത്തു പറഞ്ഞു. വൈലുൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയും, കൊടുക്കുമ്പോൾ കുറവ് വരുത്തുകയും വാങ്ങുമ്പോൾ തികച്ചു വാങ്ങുകയും ചെയ്യുന്ന ആ സംസ്കാരം അത് ചതിയാണ്, വഞ്ചനയാണ്. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നാശമുണ്ട് എന്ന താക്കീതാണ് മക്ക കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. പറയുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഗീബത്തും പരദൂഷണവും പറയുന്നവർക്ക് നാശമുണ്ടെന്ന താക്കീത് മക്കയിലെ മുസ്ലിം സമൂഹം ജീവിക്കുന്ന ഘട്ടത്തിലാണ് പടച്ചവൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആളുകൾക്ക് ഉപകാരമുള്ള വസ്തുക്കൾ പോലും വിലക്കുന്നവർ ഈ മതത്തെ നിഷേധിക്കുന്നവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമിന്റെ തുടക്കകാലത്തുള്ള മുസ്ലിം സമൂഹത്തോടാണ് പഠിപ്പിക്കുന്നത്. അക്കാലത്തെ ജനങ്ങളോടാണ് പഠിപ്പിക്കുന്നത്. തൗഹീദും ആഖിറത്തും റിസാലത്തും പഠിപ്പിക്കുന്നതോടൊപ്പം ഇസ്ലാമിന്റെ പ്രഥമഘട്ടം മുതൽ തന്നെ ഇസ്ലാമിക സംസ്കാരം, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വഭാവം, ആ മഹനീയമായ സന്ദേശം കൂടി സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് സൂറത്തുൽ ഖലമിന്റെ ആദ്യ 5 വചനങ്ങൾ അവതരിച്ചപ്പോൾ ആ വചനങ്ങളിൽ റസൂലിയുടെ മഹത്വമായി പടച്ചവൻ പറഞ്ഞത്, പ്രവാചകരെ, താങ്കൾ പ്രബോധന പ്രവർത്തനവുമായി കടന്നു പോകണം. കാരണം താങ്കൾക്ക് പ്രശംസനീയമായ ഒരു ഗുണമുണ്ട്, ഉദാത്തമായ സ്വഭാവവും സംസ്കാരവുമാണ് താങ്കളിൽ നിന്ന് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക. ഇത് അല്ലാഹുവിന്റെ പ്രശംസയാണ്, അംഗീകാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. ഈ നിലക്ക് പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകേണ്ട മഹനീയമായ സംസ്കാരങ്ങളെ കുറിച്ച്
ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, കാപട്യമില്ലാത്ത, കബളിപ്പിക്കലില്ലാത്ത ഒരു അത്യുന്നതമായ സംസ്കാരമുണ്ട്. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും നിസ്വാർത്ഥതയുടെയും അത്യുന്നതമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തിനാണ് റസൂലിനെ നിയോഗിച്ചത്? അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത്യുന്നതമായ ആദരണീയമായ സംസ്കാരം അത് നിങ്ങൾക്ക് പൂർണ്ണമായും പഠിപ്പിച്ചു തരാനാണ്. ആ സംസ്കാരം എന്നിൽ നിന്ന് നിങ്ങൾക്ക് സമ്പൂർണമായും സംശീകരിക്കാനാണ്, എന്നിൽ നിന്ന് നിങ്ങൾക്ക് അനുകരിക്കാനാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സമൂഹത്തോട് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അക്മലൽ മുഅ്മിനീന ഈമാന, മുഅ്മിനുകളുടെ ഈമാൻ പരിപൂർണമാകുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? അഹ്സനുഹും അഖ്ലാഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ആരാണോ അവരാണ് ഈമാനിൽ ഉയർന്നു നിൽക്കുന്നത്. ഈമാനും വിശ്വാസവും നമ്മുടെ സ്വഭാവം തമ്മിൽ ബന്ധപ്പെടുത്തി കിടക്കുകയാണ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു വ്യക്തി, ആ ഇബാദത്തിന്റെ സ്വാധീനം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, സ്വഭാവത്തിൽ പരിവർത്തനം ഉണ്ടാകണം. ഇബാദത്തെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്, വേഷവിധാനങ്ങളെല്ലാം സുന്ദരമാണ്. പക്ഷേ അതിനനുസരിച്ചുകൊണ്ട് സ്വഭാവം സുന്ദരമല്ലെങ്കിൽ, സ്വഭാവം മനോഹരമല്ലെങ്കിൽ എവിടെയോ കുറവുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറു മാ യുദ്ഖിലുൻ നാസുൽ ജന്ന, ജനങ്ങളിൽ അധികവും സ്വർഗ്ഗത്തിലേക്ക് എത്തുവാൻ ചില നിമിത്തങ്ങൾ, കാരണങ്ങളുണ്ട്. ആ സ്വർഗ്ഗപ്രവേശനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് തഖ്വല്ലാഹ്, അല്ലാഹുവിനോടുള്ള ഭക്തിയാണ്. രണ്ടാമത്തേത് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ്. ഈ സ്വഭാവത്തിന്റെ വിശുദ്ധിയും അതിന്റെ ഗുണവും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സ്വഭാവ രംഗത്ത് ഉയർന്നു എത്തിയ ഒരു വ്യക്തിക്ക് കിട്ടുന്ന സ്ഥാനം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നുണ്ട്. ഇന്നൽ അബ്ദ ലയബ്ലഗു ബിഹുസ്നിൽ ഖുലുഖി ദറജത സ്വാഇമി അല്ലദീ ലാ യുഫ്തിർ വൽ ഖായിമി അല്ലദീ ലാ യഫ്തുർ. തളരാതെ രാത്രി മുഴുവൻ നമസ്കരിക്കുന്ന ഒരു വ്യക്തി, മിക്കവാറും ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തി, ആ ആരാധനയിൽ മുഴുകിക്കഴിയുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനം ഒരാൾക്ക് തന്റെ സ്വഭാവം നന്നാക്കിയാൽ എത്തിപ്പിടിക്കാൻ കഴിയും. പരലോകത്ത് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് സ്ഥാനം ലഭിക്കുന്ന ചിലരുണ്ട്. അതാർക്കാ ലഭിക്കുന്നത്? നിങ്ങളിൽ ഏറ്റവും ഉദാത്ത സ്വഭാവവും സംസ്കാരവും ഉള്ളവർക്കാണ്. അസ്ഖലു ഷൈഇൻ ഫിൽ മീസാൻ, പരലോകത്ത് നന്മ തിന്മകൾ അളന്നു തൂക്കി കണക്കാക്കുന്ന മീസാനിൽ ഏറ്റവും ഭാരമേറിയത് ഏതാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. സൂചിപ്പിച്ചത് സൽസ്വഭാവത്തിന് ഇസ്ലാം നൽകുന്ന സ്ഥാനവും മഹത്വവും എന്തുമാത്രമാണെന്ന്. നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് ആ സൽസ്വഭാവമാണ്. മീസാനിൽ ഏറ്റവും ഭാരമേറിയത് സൽസ്വഭാവമാണ്. അത്രമാത്രം മഹത്വവും പ്രാധാന്യവും സ്വഭാവ വിശുദ്ധിക്കൊണ്ട് മനോഹരമായ സംസ്കാരത്തിനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്, സ്വാംശീകരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖി വ ഹുസ്നുൽ ജിവാർ, സൽസ്വഭാവവും നല്ല അയൽപക്കവും അത് രണ്ടും യുഅമ്മിറാനി ദിയാർ, രാജ്യത്തെ നാഗരികവൽക്കരിക്കും. രാജ്യത്തെ സംസ്കാരമുള്ള നാഗരികമാക്കി തീർക്കുന്നതിൽ പങ്കുവഹിക്കുന്ന കാര്യമാണ് സൽസ്വഭാവം എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. മറ്റൊന്ന് വയസീദാനി ഫിൽ അഅ്മാർ, ആയുർദൈർഘ്യം ഉണ്ടാക്കും. ജീവിക്കുന്ന ആയുഷ്കാലം അനുഗ്രഹപൂർണമായ ഒരു ജീവിതമായിരിക്കും. ആ നിലക്ക് ബർക്കത്തുള്ള ഒരു ജീവിതവും അതിലൂടെ ലഭിക്കും. ഇതിന്റെ മറുഭാഗം എന്തായിരിക്കും? അയൽപക്ക ബന്ധം മോശമാണെന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിന്റെ സ്വഭാവം ദൂഷിച്ചതാണെങ്കിൽ ആ രാജ്യത്തിന്റെ തകർച്ചയാണ്, നാശമാണ് ഉണ്ടാവുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു സഹാബി വനിതയെ കുറിച്ചുള്ള സംസാരമുണ്ടായി. ഹദീസിന്റെ സനദിന് ചില ആക്ഷേപങ്ങളുണ്ട്. ആ വനിതയെ കുറിച്ച് സംസാരിച്ചത് ആളുകൾ മഹത്വപ്പെടുത്തിയാണ് പറഞ്ഞത്.
നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മഹത്വമായിരുന്നു ആ സ്ത്രീക്കും ഉണ്ടായിരുന്നത്. അവരുടെ നമസ്കാരത്തെ കുറിച്ചാണ് ആളുകൾ പറയുന്നത്. രാത്രി അവരുടെ ദീർഘമായ നമസ്കാരം, മിക്ക ദിനങ്ങളിലും അവർ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. അതുകൊണ്ട് ആ സ്ത്രീയെ സംബന്ധിച്ച് ആളുകൾ പ്രശംസിച്ചു പറഞ്ഞു, അവൾ സൗവാമത്താണ്, ധാരാളം നോമ്പെടുക്കുന്ന സ്ത്രീയാണ്, ധാരാളം നമസ്കരിക്കുന്നവളാണ്. ഇങ്ങനെ അവളുടെ മഹത്വങ്ങൾ പറഞ്ഞു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഇബാദത്തുകളിൽ സജീവമായിട്ടുള്ള ഒരു സ്ത്രീ. ആ പ്രശംസയെല്ലാം പറഞ്ഞതിന്റെ ശേഷം ഒരാൾ പറഞ്ഞു, എന്നാൽ അയൽവാസികളെ ശല്യം ചെയ്യും. നാവ് ശരിയല്ല, അയൽവാസികളോടുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ശരിയല്ല, ദ്രോഹിക്കുന്നവളാണ്. ഈ കാര്യം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിമിഷം കൊണ്ടൊരു ഉത്തരം സമൂഹത്തിന് നൽകുന്നുണ്ട്. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, സുന്നത്തായ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, തഹജ്ജുദ് നിർവഹിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നുണ്ട്, ഇബാദത്തുകളിൽ മറ്റുള്ളവരെക്കാൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുകയാണ്. പക്ഷേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ഹുസ്നുൽ ജിവാറില്ല. അയൽവാസികളോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവളല്ല, മറിച്ച് അവളെ കൊണ്ട് അയൽവാസികൾക്ക് ദ്രോഹമുണ്ട്. ആ നാവ് വായാടിത്തമുള്ള നാവാണ്, ഏഷണി പറയുന്ന നാവാണ്, പരദൂഷണം പ്രചരിപ്പിക്കുന്ന നാവാണ്, കൊള്ളാവുന്ന വർത്തമാനമല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. അപ്പോൾ ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന അതിഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ സ്വഭാവത്തിന്റെ വിശുദ്ധിയും മനോഹാരിതയും. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ആരായിരിക്കണം? അവന്റെ സ്വഭാവം ഉത്തമമായിരിക്കണം. ആ സ്വഭാവം ഉത്തമമാകുന്നത് രണ്ട് രൂപത്തിൽ നമുക്ക് കാണാം. ചില ആളുകൾക്ക് അവരുടെ പ്രകൃതം തന്നെ നല്ല സ്വഭാവമായിരിക്കും. റസൂലിന്റെ കാലത്ത് അബ്ദുൽ ഖൈസ് കുടുംബത്തിലെ ആളുകൾ മദീനയിൽ വന്നു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ സംഘത്തിന്റെ നേതാവായിട്ടുണ്ടായിരുന്നത് അശജ് എന്ന് പറയുന്നയാളാണ്. അദ്ദേഹത്തോട് റസൂലുള്ളാഹി പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഫീക ലഖസ്ലതൈൻ, രണ്ട് കാര്യം നിന്നിലുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു വ റസൂലുഹു, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂലിനും ഇഷ്ടമുള്ളതാണ്. അല്ലാഹുവും റസൂലും തൃപ്തിപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. ഏതാണ് ആ രണ്ട് കാര്യം? അൽ അനാതു വൽ ഹിൽമു, അവധാനതയാണ്. കാര്യങ്ങൾ എന്താണെങ്കിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. ആ കാര്യത്തെ പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് അതിന്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തി അവധാനതയോടുകൂടെ മാത്രമാണ് താങ്കൾ ഏതൊരു കാര്യത്തിലും ഇടപെടുന്നത്. രണ്ടാമത്തത് ഹിൽമാണ്, സഹനശീലനാണ്. അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും താങ്കൾക്കുണ്ട്. ഇത് രണ്ടും താങ്കളിൽ ജന്മനായുള്ള രണ്ട് മഹനീയ ഗുണങ്ങളാണ്. അത് താങ്കൾ കാത്തു സംരക്ഷിച്ച് നിലനിർത്തണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ നമ്മുടെയൊക്കെ പ്രകൃതത്തിൽ എല്ലാ ഗുണങ്ങളും ഒരുപോലെ ഗുണകരമാകണമെന്നില്ല. വളരെയധികം അപകടകരമായ സ്വഭാവങ്ങൾ നമുക്കുണ്ടാകും. എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി, അത് പറയേണ്ടവനല്ല മുസ്ലിം, അത് പറയേണ്ടവനല്ല ഒരു വിശ്വാസി. പിന്നെയോ എന്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നു, ഞാനത് ശരിപ്പെടുത്തി കൊണ്ടുവന്നു, ഇപ്പോൾ എന്റെ സ്വഭാവത്തിൽ കുഴപ്പമുണ്ടോ എന്ന് ബന്ധപ്പെട്ടവരോട് ചോദിക്കുമ്പോ ഉത്തരം ശരിയായ രൂപത്തിൽ ലഭിക്കുവാനുള്ള പരിശ്രമമാണ്, പരിശീലനമാണ് വേണ്ടത്. ക്ഷമ, അത് ഫല്ലതുസബ്ബർ, അവൻ ക്ഷമ പരിശീലിക്കണം. അറിവ് നമ്മൾ പഠിച്ച് പരിശീലിച്ച് നേടുന്നത് പോലെ സ്വഭാവത്തിലുള്ള പോരായ്മകളും കുറവുകളും അത് പരിശീലനത്തിലൂടെ അധ്വാനിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് നേടേണ്ടതുണ്ട്. ആ നിലക്ക് സ്വഭാവം വിശുദ്ധീകരിക്കണം. എല്ലാവർക്കും തോന്നുക എന്റെ സ്വഭാവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്. പക്ഷേ അത് മറ്റൊരാൾ അനുഭവിക്കുന്നവരോട് ചോദിക്കുമ്പോഴാണ് ഉത്തരം കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത് അങ്ങാടികളോടല്ല, പ്രവർത്തകരോടല്ല, സുഹൃത്തുക്കളോടല്ല, സ്വന്തം വീട്ടുകാരോട്. വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് ഒരാൾ അവന്റെ സ്വഭാവം തിരുത്തേണ്ടതുണ്ടോ മാറ്റേണ്ടതുണ്ടോ എന്ന് കണ്ടെത്തുവാനും പരിശീലിക്കുവാനും അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുന്നത്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി,
ആരാണ് ഉത്തമ സ്വഭാവമുള്ളവൻ? സ്വന്തം വീട്ടുകാരോട്, ഭാര്യയോട്, മാതാപിതാക്കളോട്, മക്കളോട് എങ്ങനെ വർത്തിക്കുന്നുവോ അവരാണ് പറയേണ്ടത് താങ്കളുടെ സ്വഭാവം ഗുണമേന്മയുള്ളതാണ്, മനോഹരമാണ് എന്ന് പറയേണ്ടത്. ആ രീതിയിൽ നമ്മുടെ സ്വഭാവത്തിന്റെ വിശുദ്ധിയും മഹത്വവും നാം കാത്തു സൂക്ഷിക്കുകയും ഉത്തമ സ്വഭാവ ഗുണങ്ങളുള്ളവരായി നമ്മൾ ആയിത്തീരുകയും ചെയ്യേണ്ടതുണ്ട്. സ്വഭാവത്തിലെ പോരായ്മകളുണ്ട്, സ്ഖലിതങ്ങളുണ്ട്, ദുസ്വഭാവങ്ങളുണ്ട്, ദുശീലങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ അത് തിരുത്തിയേ മതിയാവുകയുള്ളൂ. ആ ഈമാനിന്റെ തിളക്കം നമുക്ക് ലഭിക്കണമെങ്കിൽ സ്വഭാവത്തിൽ ആവശ്യമായ തിരുത്തലുകളും ഗുണമേന്മകൾ സ്വാംശീകരിക്കലും ഒരേ സമയത്ത് നാം നിർവഹിക്കുമ്പോൾ ഈമാനിന്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തും. മീസാനിൽ ഏറ്റവും ഭാരമേറിയ ഒരു സമ്പത്തുമായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചതുപോലെ, അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉദാത്തമാക്കി അനുഗ്രഹീതമാക്കി നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യ വിശ്വാസികളെ, വിശ്വാസിനികൾ, അല്ലാഹുവിൻ്റെ മുത്തഖികളായി തീരുവാൻ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിനോട് എത്രമാത്രം തഖ്വ നാം പാലിക്കുന്നുവോ, മറ്റുള്ളവരോട് എത്രത്തോളം നാം നന്മയിൽ പെരുമാറുകയും വർദ്ധിക്കുകയും ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് പരലോകത്ത് മീസാനിൽ നമ്മുടെ നന്മയുടെ ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ചെറിയ നന്മയാണെങ്കിലും ആ നന്മ പരലോകത്ത് വരുമ്പോൾ നമുക്കേറെ വിലപ്പെട്ടതായി. ഒരു ഹസനത്ത് പോലും ആർക്കും പങ്കുവെക്കാൻ തയ്യാറാവുകയില്ല. കാരണം ഒരു ഹസനത്ത് തന്റെ ജീവിതത്തിലെ സ്വർഗത്തിലേക്കുള്ള കവാടമായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചൊരു ഹദീസ് നമുക്ക് പരിചയമുണ്ട്. ഇത്തഖുന്നാറ വലോ ബിശിഖ്ഖി തംറ. ഒരു കാരക്കയുടെ ചീന്തുകൊണ്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. കാരക്കയുടെ ചീന്ത് ഒരാളുടെ വിശപ്പടക്കൂല, ഒരാളുടെ ഒരു നേരത്തെ ആഹാരവുമല്ല. പക്ഷെ അത്ര ചെറുതാണ് സദക്ക കൊടുത്തതെങ്കിലും ആ സദക്കയുടെ ഫലമായി ലഭിക്കുന്നത് നരകമോചനമാണ്. അതുകൊണ്ട് ചെറുതാണെങ്കിലും ചെയ്യുന്ന പുണ്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതായി പരലോകത്ത് നമുക്ക് അനുഭവപ്പെടും. കാരണം ഒരു ഹസനത്തിന് 10 ഇരട്ടി ഏറ്റവും കുറഞ്ഞത് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് പിന്നെയും അള്ളാഹു പ്രതിഫലം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. 700 അള്ളാഹു അത് എത്തിക്കുമെന്നാണ്. ഒരു ധാന്യ വിത്തിൽ നിന്ന് 7 കതിരുകൾ വരികയും ഓരോ കതിരിലും 100 വീതം വിത്തുകൾ ഉണ്ടാവുകയും ചെയ്ത് 700 ആകുന്നത് പോലെ നാം ചെയ്യുന്ന ചെറിയ ഒരു സദഖ അത് 700 ഇരട്ടി പ്രതിഫലമുള്ള കർമ്മമായി തീരും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയുമോ? അല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഇനിയും അവനെ ഇരട്ടിപ്പിക്കുമെന്നാണ്. അവര് നന്മ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു, ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ അവസരം ലഭിച്ചു, ഒരു സ്ഥാപനത്തിനെ സഹായിക്കാൻ അവസരം ലഭിച്ചു, ഒരു പള്ളിക്കോ മദ്രസക്കോ സ്ഥാപനങ്ങൾക്കോ വേണ്ടി എന്തെങ്കിലും ഒരു പുണ്യം ചെയ്യാൻ അവസരം ലഭിച്ചു. ആ ഒരു സദഖ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം 700-നേക്കാളും ഉപരി ഇരട്ടിയായി പരലോകത്തേക്ക് നമുക്കത് അവശേഷിക്കുകയാണ്. അതും സ്ഥായിയായി കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു സ്ഥാപനത്തിനോ അത്തരം ഒരു സംവിധാനങ്ങൾക്കോ ആണ് നാം ദാനം ചെയ്യുന്നതെങ്കിലോ അതിന്റെ ഫലം ഇവിടെ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലമത്രയും ഖബർ ജീവിതത്തിലേക്ക് ആ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു റസൂൽ നമ്മളോട് പറഞ്ഞല്ലോ. മരിച്ചാൽ മനുഷ്യന്റെ പ്രവർത്തന കാലം അവസാനിച്ചു. 3 കാര്യം അവശേഷിക്കുന്നതിൽ ഒന്നെന്താ? സദഖത്തുൻ ജാരിയ, ഇവിടെ നിലനിൽക്കുന്ന സദഖയാണ്. ഒരു നേരത്തെ ആഹാരം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന പുണ്യമാണ്. ആ ആഹാരം കഴിച്ചു, അതോടെ അവസാനിച്ചു. മറിച്ച് ഒരു സ്ഥാപനത്തിനോ അതേപോലെയുള്ള നന്മയുടെ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിവിടെ നിലനിൽക്കുകയാണ്, വർഷങ്ങളോളം നിലനിൽക്കും.
ഈ വ്യക്തി മരണപ്പെട്ട ശേഷവും അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ ഫലം നിലനിൽക്കുന്നുവെങ്കിൽ ഖബർ ജീവിതത്തിൽ ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പുണ്യം ചെയ്യുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ, ഓരോ ഹസനത്തുകളും ചെയ്യുവാൻ അവസരം ലഭിക്കുമ്പോൾ അത് പാഴാക്കാതിരിക്കുകയും തന്റെ കഴിവനുസരിച്ച് അതിലെല്ലാം പങ്കുചേരുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള ഒരു അവസരം ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് നമുക്കിതാ മുന്നിൽ വന്നിരിക്കുന്നു. നമ്മുടെ അൽ ഫിത്ര സ്ഥാപനത്തിന്റെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി 450 ചാക്ക് സിമന്റ് ആണ് ആവശ്യമായി വന്നിട്ടുള്ളത്. 5-10 ചാക്ക് സിമന്റുകൾ ഓരോരുത്തരും ഓഫർ ചെയ്താൽ അതിന്റെ പണി ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ പ്രദേശത്ത് നിന്ന് തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും. അതൊരു ഒരു സേവനമാണ്, ഒരു സ്ഥാപനമാണ്. ഒരുപക്ഷെ ഇന്നോ നാളെയോ നമ്മൾ മരിച്ചു പോയാലും ആ സ്ഥാപനം ഇവിടെ നിലനിൽക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങൾ വന്ന് ഖുർആനും അള്ളാഹുവിന്റെ ദീനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലം നമുക്ക് ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ നമ്മളുടെ മുമ്പിൽ അവരവസരം തുറന്നു തരുമ്പോൾ ആ അവസരം നമ്മൾ ഉപയോഗിക്കുകയും സാധിക്കുന്ന അത്ര ആളുകൾ അതിൽ സഹകരിക്കുകയും ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം മാത്രമല്ല, നമുക്കൊരു പുണ്യം കിട്ടുവാനുള്ള അവസരം കൂടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇഹ്തിസാബോടെ പടച്ചവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ നമ്മൾ ആ കാര്യത്തിൽ നമ്മുടേതായ പങ്ക് വഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്.